Meet the editors. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിനെ ന്യായീകരിച്ച് CPM ജില്ലാ നേതൃത്വം. കേസെടുത്തത് കുറ്റവാളിയാകണമെന്നില്ലെന്നും ശരൺചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതി അല്ലെന്നും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. തെറ്റായ രാഷ്ട്രീയം ഉപേക്ഷിച്ചവരെയാണ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ശരൺചന്ദ്രനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ ശരൺ യുവമോർച്ച ഭാരവാഹിയായിരുന്നപ്പോഴുള്ളതാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറയുന്നു. പാർട്ടി തന്നെ ചൂഷണം ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ശരൺ CPMലേക്ക് വന്നതെന്നും CPIM ജില്ലാ സെക്രട്ടറി ന്യായീകരിച്ചു. നിലവിൽ ശരൺചന്ദ്രൻ കാപ്പ കേസ് പ്രതി അല്ലെന്നും ഒരിക്കൽ കാപ്പ ചുമത്തിയാൽ അത് ആജീവനാന്തമല്ലെന്നും KP ഉദയഭാനു പ്രതികരിച്ചു. ഒരാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കേണ്ടത് കോടതിയാണ്, മാധ്യമങ്ങളല്ല. പോലീസ് കേസെടുക്കുന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയല്ലോ. ഒരാൾ കേസിൽ പ്രതിയായതുകൊണ്ട് അയാൾ കുറ്റവാളിയല്ല. അതാദ്യം നിങ്ങൾ ബോധ്യമാകണം. അയാൾ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട്. അത് RSSന്റെ രാഷ്ട്രീയമാണ്. ആ RSSന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അയാൾ അതിൽ പ്രതിയായിട്ടുള്ളത്. അതെല്ലാം അയാൾ ഉപേക്ഷിച്ച് അയാൾ അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് അയാളുടെ പേരിൽ ഒരു വാർത്തയുമില്ല. അയാൾ പരിശുദ്ധനാണ്. മന്ത്രി വീണ ജോർജും ശരൺചന്ദ്രന് പാർട്ടി അംഗത്വം നൽകിയതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. തെറ്റായ രാഷ്ട്രീയം പിന്തുടർന്ന ശരൺചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ശരിയായ പാതയിലാണെന്നും ഇക്കാരണത്താലാണ് അവർ ചെങ്കൊടി ഏന്താൻ തയ്യാറായതെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. പറയുന്ന വിഷയം ഒരു 50-60 ആളുകൾ അവരുടെ പ്രവർത്തിച്ച BJPയും RSSും ഒക്കെ ആയിരുന്നു. ആ പ്രസ്ഥാനങ്ങൾ വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം വന്ന ഒരു സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ്. അപ്പോൾ അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവർ തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ചെങ്കൊടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതേസമയം ശരൺചന്ദ്രൻ നിലവിൽ കാപ്പ കേസ് പ്രതിയെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2023 ജൂലൈ 16 ശരണിനെതിരെ കാപ്പ കേസ് ചുമത്തിയത്. 2023 നവംബറിൽ ശരണിനെതിരെ അടിപിടി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതോടെ കാപ്പ കേസ് വ്യവസ്ഥകളുടെ ലംഘനത്തിന് ഇയാൾക്കെതിരെ പുതിയ കേസെടുത്തു. ഒളിവിൽ പോയ ശരണിനെ 2024 ഏപ്രിൽ 16 പിടികൂടിയത്. ശരൺചന്ദ്രനെതിരെ ആകെ 12 കേസുകളാണുള്ളത്. 11 കേസിലും രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട. കാപ്പക്കാരെ കൊണ്ട് കാര്യമുണ്ടോ? സുജയ, കാപ്പ കേസ് പ്രതി എന്ന് മാത്രമല്ല മറ്റ് ക്രിമിനൽ കേസുകളിലുമൊക്കെ പ്രതിയാണ്. BJPയുടെ RSSന്റെ സജീവ പ്രവർത്തകനായിരിക്കുമ്പോൾ വന്ന് CPIMൽ ചേർന്നതുപോലെയാണ് മന്ത്രി വീണ ജോർജ് അടക്കം അവതരിപ്പിച്ചത്. അങ്ങനെയല്ല, നേരത്തെ BJPയിൽ ഉണ്ടായിരുന്നു, പിന്നെ RSSന്റെയും പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ വലിയ നേതാവൊന്നും ആയിരുന്നില്ല ശരൺചന്ദ്രൻ എന്നുള്ളത് പത്തനംതിട്ടയിൽ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മലയാലപ്പുഴ സ്വദേശിയാണ്. കഴിഞ്ഞ വർഷമാണ് കാപ്പ ചുമത്തി. അതിനുശേഷം വകുപ്പിലെ 15(3) പ്രകാരം താക്കീത് നൽകി വിട്ടു. ഇപ്പോഴും കാപ്പ നിലവിലുണ്ട് എന്ന് പോലീസ് തന്നെ കൺഫേം ചെയ്യുന്നതായി ഇപ്പോൾ പ്രവീൺ തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പത്തനംതിട്ട സ്റ്റേഷനിലെ കേസിൽ പ്രതിയായി അപ്പോൾ ഈ കാപ്പ ലംഘിച്ചതിന് മലയാലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ കേസിൽ ജാമ്യം കിട്ടി. പക്ഷേ പത്തനംതിട്ടയിലെ കേസിൽ റിമാൻഡിലായി. അതിനുശേഷം ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് കഴിഞ്ഞ മാസമാണ്. ജൂൺ 23 റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ തന്നെ അങ്ങ് പരിശുദ്ധനായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ പരിവേഷം നൽകി ആനയിക്കുന്നു. 60ഓളം പേരെ ഒന്നിച്ച് സ്വീകരിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഉദയഭാനുവിനൊക്കെ അങ്ങനെ ഒരു തെറ്റ് പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. CPIM ജില്ലാ സെക്രട്ടറിക്കൊക്കെ അവിടെയുള്ള ആളുകളെയൊക്കെ നന്നായി അറിയേണ്ടതാണ്. വീണ ജോർജിന് മനസ്സിലായില്ല എങ്കിലും ഉദയഭാനുവിന് മനസ്സിലാകേണ്ടതാണ്. അതെന്തുകൊണ്ട് മനസ്സിലായില്ല? അതോ ഇനി കാപ്പ കേസിലെ പ്രതി എന്നൊക്കെ പറയുമ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളൊക്കെ പാർട്ടിയിലേക്ക് വരുന്നത് നല്ലതാണ്, രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഉപകരിക്കുമെന്ന് കരുതിയിട്ട് സ്വീകരിച്ചതാണോ എന്നും അറിയില്ല. പത്തനംതിട്ടയിലൊക്കെ കുറച്ചുകൂടി രക്ഷാപ്രവർത്തനമൊക്കെ വേണ്ടി വരുമല്ലോ. കാരണം പ്രതീക്ഷിച്ച വോട്ടുകൾ പോലും ചോർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ സ്വന്തം ജില്ലയാണ്, ആരോഗ്യമന്ത്രിയുടെ മണ്ഡലം അടക്കമുള്ള ജില്ലയാണ്. അതുകൊണ്ട് കാപ്പക്കാരെ കൂടെ കൂട്ടിയാൽ കുറച്ചുകൂടി കരുത്താകും പ്രസ്ഥാനത്തിന് എന്ന് കരുതിയിട്ടാകാം ശരൺചന്ദ്രൻ അടക്കമുള്ള ആളുകളെ സ്വീകരിക്കുന്നത്. RSS BJP വിട്ട് നേരെ CPIMൽ ചേർന്നു എന്ന മട്ടിലുള്ള ആഖ്യാനത്തിന് അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ശരൺചന്ദ്രൻ അങ്ങനെയുള്ള വളരെ ആക്റ്റീവായ ഒരു പ്രവർത്തകൻ ഒന്നും ആയിരുന്നില്ല എന്ന് മാത്രമല്ല, അതായത് ഈ കഴിഞ്ഞ ആഴ്ച വരെ അങ്ങനെ ആയിരുന്നു എന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ കാപ്പയ്ക്ക് അടിസ്ഥാനമായ കേസ് ഉണ്ടായപ്പോൾ തന്നെ ഇയാളെ പാർട്ടി ഒഴിവാക്കിയതാണ്. അതിന്ന് കെ സുരേന്ദ്രൻ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒഴിവാക്കിയവരെയൊക്കെ സ്വീകരിച്ച് ആനയിക്കുകയാണ്, വിശദപരിവേഷം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ CPIM-ന് എന്തെങ്കിലും കാര്യമുണ്ടാകും. ഈ കാപ്പക്കാരും അങ്ങനെയുള്ള ആളുകളും ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ കൃത്യമായി ഡിവൈഎഫ്ഐയുമായിട്ടൊക്കെ ചേർന്ന് പോകാൻ പറ്റുന്നത്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം CPIM-ഉം BJP-യും തമ്മിലൊക്കെ അവിടെ പ്രാദേശികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സംഘർഷങ്ങളിൽ CPIM-കാരെയൊക്കെ തല്ലിയിട്ടുള്ള ആളാണ് ഈ ശരൺ ചന്ദ്രൻ. അങ്ങനെയുള്ള ശരൺ ചന്ദ്രൻ പോലും പാർട്ടിക്ക് അഭിമതനായി മാറുകയാണ്. അതായത് സ്വന്തം പാർട്ടിക്കാരെ തല്ലിയ ആളാണെങ്കിലും കുഴപ്പമില്ല, കാപ്പ കേസ് പ്രതിയാണെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ഇങ്ങോട്ട് ഒന്ന് കയറണേ എന്ന് പറഞ്ഞ് CPIM വാതിൽ തുറന്ന് നിൽക്കുകയാണോ എന്നുള്ളതാണ് KP ഉദയഭാനുവിനോടും പത്തനംതിട്ട ജില്ലാ CPIM-നോടുമുള്ള ചോദ്യം. 2014 തോന്നുന്നു, 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ പഴയ BJP ജില്ലാ പ്രസിഡൻ്റായിരുന്ന OK വാസുവിനെയും അശോകനെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ആ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. അന്ന് BJP ജില്ലാ പ്രസിഡൻറ്റിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് OK വാസു ഒരു നമോ വിചാർ മഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന തുടങ്ങുകയും അതിൻ്റെ ഭാഗമായി അശോകനെയും BJP-യിൽ നിന്ന് നടത്തി CPM-ലേക്ക് കൊണ്ടുവരുന്നു. അതൊരു വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു. അപ്പോൾ അത് വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു. അപ്പോൾ BJP-യിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ CPM-ലേക്ക് ആളെ കൊണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയമായ നീക്കമാണ്. ആ അർത്ഥത്തിൽ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നാണ് പാർട്ടി കണക്കാക്കുന്നതും ഒരു പരിധിവരെ അതൊരു പ്രകടനം കൂടിയാണ്. ഇവർ മനസ്സുമാറി ഈ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ 60ഓളം പേർ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. BJP-യിൽ നിന്ന് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ BJP-ക്ക് ഒരു വലിയ ബേസ് ഉണ്ട്. പക്ഷേ അനിൽ ആന്റണി വന്നതിന് ശേഷം അവിടെ BJP 2 തട്ടിലാണ് എന്ന ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ BJP 2 തട്ടിലല്ലെങ്കിലും ചില വിഭാഗങ്ങൾക്കിടയിലുള്ള അസംതൃപ്തി CPM മുതലെടുക്കാൻ നടത്തിയ ഒരു നീക്കമാണ്. പക്ഷേ ആ നീക്കം പിഴച്ചുപോയത് ഈ 60ാമത്തെ ആൾ ശരൺ ചന്ദ്രൻ്റെ കാര്യത്തിലാണ്. ശരൺ ചന്ദ്രനെ കുറിച്ച് DIG നിശാന്തിന് 2023 തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ ഒരു ചെറിയ ഭാഗമുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. ഏത് പോലീസാണെന്ന് ആലോചിക്കണം. പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിലുള്ള DIG, പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് അഥവാ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ആ പോലീസുകാർ പറയുന്ന ഭാഗം ഇതാണ്. പ്രസ്തുത നിയമത്തിലെ, അതായത് കേരളത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തികൾ തടയൽ നിയമപ്രകാരം കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതാണ് കാപ്പ, 2007 വന്നതാണ്. ഇതുപ്രകാരം താങ്കൾ പത്തനംതിട്ട ജില്ലയിൽ മലയാലപ്പുഴ, പത്തനംതിട്ട എന്നീ പോലീസ് സ്റ്റേഷൻ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അടിപിടി, നമ്പർ 1, നരഹത്യാശ്രമം, കൊലപാതക ശ്രമം, അസഭ്യം വിളി, നാശനഷ്ടപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ, മാരകായുധം ഉപയോഗിച്ചുള്ള ആക്രമണം, സംഘം ചേർന്നുള്ള ആക്രമണം, അടുത്തതാണ് സ്ത്രീകളെ ശല്യം ചെയ്യൽ എന്നീ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് താങ്കൾ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും അത്തരം പ്രവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനായി താങ്കൾക്കെതിരെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണെങ്കിലും ആയതൊന്നും തന്നെ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും തടയുന്നതിനോ പിന്തിരിപ്പിക്കുന്നതിനോ, അതായത് നീ നന്നായിട്ടേ ഇല്ല എന്ന് പോലീസ് ഈ ശരണിനെ വിളിച്ച് പറയുകയാണ്. അതായത് എത്രമാത്രം പറഞ്ഞിട്ടും ഈ 8-10ഓളം 12ഓളം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന നീ നന്നായിട്ടേ ഇല്ലല്ലടാ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. താങ്കൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിർബാധം തുടങ്ങി വരുന്നവരാണ്, സാമൂഹ്യ വിരുദ്ധനെ എന്ന് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ്റെ പോലീസ് വിളിച്ച ഒരാളാണ് ഈ ശരൺ ചന്ദ്രൻ എന്നുള്ളതാണ്. റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ മതി. ഇത് കാപ്പാപ്രതിയാണോ അല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാപ്പാപ്രതിയാണ്. അദ്ദേഹം ഈ 2023 ഏറെ നാൾ ഒളിവിലായിരുന്നു. പിന്നീട് 2024 ഏപ്രിലാണ് കാപ്പ നിയമലംഘനത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒളിവിൽ നിന്ന് പുറത്തു വരുന്നതും അറസ്റ്റിലാവുന്നതും ജയിലിൽ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതും. തിരുവല്ല, അപ്പോൾ ഇതൊക്കെ പാർട്ടിക്ക് കൊടുക്കുന്ന ഇമേജ് എന്തായിരിക്കും എന്നുള്ളതാണ്. തെറ്റിദ്ധരുത്തുന്നത് ശരൺ ചന്ദ്രനെ കൊണ്ടുവന്നാണോ തെറ്റിദ്ധരുത്തുന്നത് എന്നുള്ളത് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. അതായത് BJP-യിൽ നിന്ന് ഒരു കാപ്പാപ്രതിയെ CPM-ലേക്ക് കൊണ്ടുവരുമ്പോൾ BJP-യിൽ ഒരു കാപ്പാപ്രതി കുറയുന്നു, ഇവിടെ ഒരു കാപ്പാപ്രതി കൂടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും OK വാസുവിൻ്റെയും അശോകൻ്റെയും പോലെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഷിഫ്റ്റിംഗ് അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ക്രിമിനലുകളെ കൊണ്ടുവരുന്നത് കൊണ്ട് പാർട്ടിയെ എന്ത് ഗുണമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ശ്രദ്ധക്കുറവാണോ അതല്ല മനഃപൂർവ്വമാണോ എന്ന കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രദ്ധക്കുറവാകാനാണ് സാധ്യത എന്നാണ്. യുവമോർച്ചയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. BJP-യിലെ വലിയ ഭാരവാഹിത്വമൊന്നും ശരണിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ യുവമോർച്ചയുടെ ഒരു പടയിൽ, യുവമോർച്ച സംഘത്തിലുണ്ടായിരുന്നയാളാണ്. ഇത്തരം വയലൻ്റ് ആക്ടിവിറ്റികളിൽ പോകുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ടയാളുമാണ്, ഓപ്പറേഷൻസ് നടത്തുന്ന ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം മാത്രമായ കേസാണെന്ന് യുവമോർച്ചക്കാർ പറയുന്നില്ല. യുവമോർച്ചക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് രാഷ്ട്രീയമൊന്നുമല്ല, അതൊരു വ്യക്തിപരമായിട്ടുള്ള കേസുകളും ഇതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും കേരള പോലീസ് തന്നെ കാപ്പക്കാരനാണെന്നും സാമൂഹിക വിരുദ്ധനെന്നും DIG തന്നെ നോട്ടീസ് ഇറക്കിയിരിക്കുന്ന ഒരാളെ മാലയിട്ട് സ്വീകരിക്കാൻ സംസ്ഥാനത്തെ മന്ത്രി തന്നെ പോയി എന്നുള്ളത്
ഞെട്ടിപ്പിക്കുന്നതാണ്. സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നതിനടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരാളെയാണ് ഇന്ന് മന്ത്രി മാലയണിയിച്ച് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ ജോർജ് ആ കേസിൽ ഉൾപ്പെടാൻ പാടില്ലായിരുന്നു. വീണ ജോർജ് കൂടി ആ സ്ഥലത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. ഏറ്റവും ഒടുവിൽ 308 പെട്ടിട്ടുണ്ട് ഇയാൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങളും ഇന്നത്തെ സംഭവവും CPM ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രവുമല്ല, അത് അത്യന്തം വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ്. കാപ്പക്കാരെ കൊണ്ടല്ല പാർട്ടി ലക്ഷ്യമിടാൻ പോകുന്നത്. പാർട്ടി അണികളെ ബോധവൽക്കരിക്കാനും പാർട്ടി പ്രവർത്തനങ്ങളെ കൂടുതൽ ജനങ്ങളുടെ മനോഭാവം തിരിച്ചറിയുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കലുമാണ് ആവശ്യം. ഇത് ജനമനോഭാവത്തെ അടുത്തറിയിക്കുന്നതല്ല, ജനങ്ങളിൽ നിന്ന് അകലുന്നതിന് വേണ്ടി ശരണിനെ കൊണ്ടുവന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരൺ ഒരു നല്ല ചോയ്സേ ആയിരുന്നില്ല. ഇനി അയാൾ കുറ്റമൊക്കെ നിരപരാധിത്വമൊക്കെ തെളിയിച്ച് വരുന്നൊരു ഘട്ടത്തിൽ പാർട്ടിക്ക് അയാളെ സ്വീകരിക്കാം, അതിനാരും എതിരല്ല. പക്ഷേ നിലവിൽ 12 കേസുകൾ ഇപ്പോഴും പെൻഡിംഗ് ആണ്. അവിടെയാണ് എനിക്ക് മന്ത്രിയോട് ചോദിക്കാനുള്ളത്. 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയായി, അതും നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ പെട്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ ശിക്ഷാവിധി കഴിയുന്നതിന് മുമ്പ് മാലയിട്ട് സ്വീകരിച്ച് നിരപരാധി എന്ന് പറഞ്ഞത് അത്യന്തം ഖേദകരമാണ്. അത് ഒരു മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പാർട്ടി നേതാവ് എന്ന നിലയിൽ KP ഉദയഭാനുവും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. CPM ഇക്കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാപ്പക്കാരെ കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തില്ലങ്കേരി ആണെങ്കിലും ശരി, അത് ശരണാണെങ്കിലും ശരി, കാപ്പക്കാരെ കൊണ്ടുവന്ന് പാർട്ടിയെ നിറച്ച് ഇനി ഓപ്പറേഷൻസ് കൊണ്ടുവരുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. അത് അത്യന്തം ഖേദകരമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. CPM നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ടാണോ, അതിൻ്റെ പ്രക്രിയയുടെ ഭാഗമായിട്ടാണോ ഈ കാപ്പ ചുമത്തപ്പെട്ട ആളെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചതെന്ന് എന്നാണോ അറിയില്ല. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലാവുന്നില്ല. എന്തായാലും സുജയും അരുണും പറഞ്ഞതുപോലെ ഇവർക്ക് അറിയാതെ, അതായത് മന്ത്രി വീണ ജോർജിനോ അല്ലെങ്കിൽ ഉദയഭാനുവിനോ ഇയാളെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് അറിയാതെയല്ല, കാരണം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആശങ്ക വേണ്ട എന്നാണ് അതിനോട് വീണ പ്രതികരിച്ചത്. ഉദയഭാനു പ്രതികരിച്ച് കുറച്ചുകൂടി വേറെ രൂപത്തിലാണ്. അതായത് രാഷ്ട്രീയക്കാർക്കെതിരെ കാപ്പ ചുമത്തേണ്ടതില്ല എന്നൊരു കാര്യമാണ്. അതായത് രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഏത് ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാം. അങ്ങനെ ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്നുള്ളത് ഇപ്പോൾ ഭരണത്തിരിക്കുന്ന പാർട്ടിയിൽ വരികയാണ്. തൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകാൻ പറ്റിയ മേഖല എന്നതുകൊണ്ടാണോ? അതല്ല, ഇപ്പോൾ സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് പിണറായി വിജയൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മേന്മകൾ, ആ ഗുണഗണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ മേഖല എന്നുള്ളത് ഇടതുപക്ഷമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അപ്പോൾ അദ്ദേഹം ആ മേഖല തിരഞ്ഞെടുക്കുന്നു. ആ മേഖലയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാലയിട്ട് സ്വീകരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഈ തെറ്റുതിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം വരുന്നത്. ഇയാളെ കൊണ്ട് എന്ത് കാര്യം എന്നുള്ള കാര്യം. ഇപ്പോൾ 60 പേരിൽ ഒരാളാണ് ഈ പാർട്ടിയിലേക്ക് BJPയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിൽ അത് സംഭവിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ അത് നടത്തുന്ന കൃത്യമായ രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. ഇവിടെ ഇത് നടപ്പാക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ ആരൊക്കെ എന്നുള്ളൊരു പരിശോധന നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇയാളെ പറ്റിയുള്ള വിവരം ഇന്ന് പത്രത്തിലുണ്ട്. നമ്മൾ കൂടുതൽ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇപ്പോൾ ഇത്രയും കേസുകളുണ്ടെന്ന് അറിയുന്നത്. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ മേലൊരു പൊന്തുപോലായി നിൽക്കുകയാണ്. അപ്പോൾ RSSൽ നിന്നിരുന്ന കാലത്ത് അയാൾ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ക്രിമിനൽ പ്രവർത്തനം. ആ പ്രവർത്തനം RSS അംഗത്വം അല്ലെങ്കിൽ RSSുമായുള്ള പ്രവർത്തനം ബന്ധം അവസാനിപ്പിച്ചോടുകൂടി തന്നെ അയാൾ പെട്ടെന്ന് വിശുദ്ധനാക്കപ്പെടുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വിശുദ്ധനായ ഒരാളെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ ക്ലീനായി വന്നിരിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഒരു ബാഗേജും ഇല്ല. അതൊക്കെ RSS ചെയ്തതാണ്, BJP ചെയ്താണ്. ഇയാൾ സ്വന്തമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് വ്യാഖ്യാനം. ഇനി ചിലപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരാൾ നൽകിയ തണ്ടും തടിയുള്ള ആൾ നൽകി കൊണ്ടെന്നാണോ അറിയില്ല. എന്തായാലും ഇത് പാർട്ടി വിശദീകരിക്കേണ്ടി വരും. ആഭ്യന്തര വകുപ്പ് വിശദീകരിക്കേണ്ടി വരും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഡോക്ടർ അരുൺ, ഇയാൾക്ക് യുവമോർച്ചയുടെ ഒരു മേഖലാ കമ്മിറ്റികൾ, അതായത് ചെറിയ ഘടകങ്ങളിലൊക്കെ പോയിരിക്കുന്ന അത്രമാത്രമാണ് ഇയാളുടെ സംഘടന, അതായത് വലിയ സംഘടനാ ചുമതലകളിൽ ഇരുന്ന ഒരാളെ കൊണ്ടുവന്ന മട്ടിലാണ് ഇന്ന് CPIMന്റെ ജില്ലാ സെക്രട്ടറി വിശദീകരണം കൊടുക്കുമ്പോൾ പറഞ്ഞത്. അതായത് അവിടെ ആയിരുന്നു, അപ്പോൾ പാർട്ടിക്ക് വേണ്ടി പടപൊരുതി, അങ്ങനെയൊന്നുമല്ല. ഇയാൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, മാഡം പറഞ്ഞ ഒരു പോയിന്റോട് ആഡ് ഓൺ ചെയ്യാണ്. അതായത് സ്വന്തമായി കേസുകൾ ഒക്കെ ധാരാളമായി വരുത്തുന്ന രീതിയിലുള്ള പ്രത്യേക സ്വഭാവ സവിശേഷതകളൊക്കെയുള്ള വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന ശരൺ ചന്ദ്രൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വഭാവ സവിശേഷതകൾ അവിടെയുള്ള പാർട്ടിക്കാർക്ക് തന്നെ വലിയ ഇടങ്ങേറായി തുടങ്ങി. അപ്പോഴാണ് എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞ്
തള്ളിക്കളഞ്ഞത്. അങ്ങനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും അവിടെ എത്തിയിട്ടുണ്ട്. പാർട്ടി ചേരുമ്പോൾ പൊതുവെ ഒരു പാർട്ടിയുടെ ന്യായമാണ്. അല്ലല്ല, അവിടെ അത് സംഭവിച്ചിട്ടുണ്ട്. ഇത് ന്യായമായി പറയുന്നല്ല, അവിടെ സംഭവിച്ചതാണ്. പത്തനംതിട്ടയിൽ അത് സംഭവിക്കുകയും മാത്രമല്ല, ഒരു കാര്യമുണ്ട്. ഈ ശരൺ ചന്ദ്രൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരാനായിട്ടുള്ളൊരു താല്പര്യം കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരണിന് ഈ അവിടെ തന്നെ നിൽക്കണം, അതായത് അവിടെ തന്നെ മലയാളപ്പുഴ തുടരണം. അതിന് വേണ്ടിയിട്ടുള്ള ഒറ്റ ഓപ്ഷൻ ഇത് മാത്രമാണ്. മലയാളപ്പുഴയിൽ നിന്നില്ലെങ്കിൽ അയാൾക്ക് ബേസ് ഇല്ല. അയാളുടെ ബേസും ഈ ആക്ടിവിറ്റീസും മുഴുവൻ അവിടെയാണ്. അയാളുടെ ബേസും അയാളുടെ ആക്ടിവിറ്റീസും പാർട്ടിയുടെ കാര്യമാണെന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഒരു കാര്യം കൊണ്ടുണ്ട്. ഇതിനകത്ത് KP ഉദയഭാനു പറയാതെ പറയുന്നൊരു അപകടകരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതെല്ലാം രാഷ്ട്രീയ കേസുകളല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ പിണറായി വിജയന്റെ പോലീസ് അന്യായമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ കേസിൽപ്പെടുത്തുന്നു എന്നാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. KP ഉദയഭാനു, ദയവ് ചെയ്ത് പിണറായിയുടെ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പറഞ്ഞു തീർക്കുക. ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ വീണ ജോർജ് അല്ല മാലയിട്ടത് ഉദയഭാനുവാണ്. വീണ ജോർജ് ഇപ്പുറത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അതടക്കമുള്ള ചിത്രം, ഈ ചിത്രം പങ്കുവെച്ചത് ആദ്യം ആരാണെന്നറിയുമോ? സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലും എല്ലാം പങ്കുവെച്ചത് ഇതേ ഉദയഭാനുവാണ്. അതായത് വേറെ ആരെ മാലയിടുന്നതല്ല, ഇതേ ശരൺചന്ദ്രനെ മാലയിടുന്ന ചിത്രം. അതാണ് പത്രങ്ങളിലെല്ലാം വന്നത്. അത് ജില്ലാ സെക്രട്ടറി തന്നെ കൊടുത്തതാണ്. ഞാൻ അവിടെ എന്താണ് ഈ ചിത്രം മാത്രം, കാരണം 60 പേരുള്ളപ്പോൾ മറ്റു ചിത്രങ്ങൾ വരാമല്ലോ. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. അതായത് ശരൺ ചന്ദ്രനെ കൊണ്ടുവന്നു എന്നുള്ളത് വലിയ സംഭവമാണെന്ന മട്ടിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് ഇതേ ജില്ലാ സെക്രട്ടറിയാണ്. ഒരു കാര്യം കൂടി, അതായത് ക്രിമിനൽ ബന്ധമുള്ളവരെ സംരക്ഷിക്കില്ല എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞങ്ങോട്ട് നാക്കെടുത്തില്ല. അതിനു മുൻപ് തന്നെയാണ് മന്ത്രി പോയി മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്. മന്ത്രിയോട് വിശദീകരണം ചോദിക്കുമോ പാർട്ടി? അല്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആശങ്ക നമുക്ക് പെടേണ്ട കാര്യമില്ല. ആശങ്ക പാർട്ടിക്ക് ആശങ്ക ഉണ്ടായാൽ മതി. ശരി. അപ്പോൾ കാപ്പക്കാരെ കൊണ്ട് കാര്യമുണ്ടോ എന്നാണ് ചോദ്യം. 3 പേരുടെ അഭിപ്രായം ഇല്ല എന്ന് തന്നെയാണ്. Meet the editors.